नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम ഹരേ ഹരേ. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 74. ദുര്യോധനൻ അപമാനിതനായതെങ്ങനെ? പേജ് നമ്പർ 734. ഒരു നാൾ മയൻ നിർമ്മിച്ചു കൊടുത്ത കൊട്ടാരത്തിൽ യുധിഷ്ഠിരൻ സ്വർണ സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു. 4 സഹോദരന്മാരും മറ്റു ബന്ധുക്കളും സർവോപരി പരമപുരുഷനായ കൃഷ്ണനും ഒപ്പമുണ്ടായിരുന്നു. അപ്പോൾ രാജാ യുധിഷ്ഠിരന്റെ ഭൗതികൈശ്വര്യങ്ങൾ ബ്രഹ്മദേവന്റേതിനേക്കാൾ ഒട്ടും കുറവായിരുന്നില്ല. ഇങ്ങനെ സുഹൃത്തുക്കളുടെ മധ്യത്തിൽ സിംഹാസനത്തിലിരുന്ന് ഗായകരുടെ സ്തുതിരൂപത്തിലുള്ള പ്രാർത്ഥനകൾ കേൾക്കുന്ന അവസരത്തിൽ ദുര്യോധനൻ അനുജന്മാരുമൊത്ത് അവിടെയെത്തി. ദുര്യോധനന്റെ ശിരസിൽ കിരീടവും കയ്യിൽ വാളുമുണ്ടായിരുന്നു. എപ്പോഴും അസൂയയും കോപവും നിറഞ്ഞ ഒരു മനോഭാവത്തിലായിരുന്നു അയാൾ. അതിനാൽ എന്തോ നിസ്സാരമായ പ്രകോപനത്തിൻ്റെ പേരിൽ ദ്വാരപാലകന്മാരെ അയാൾ നിശിതമായി ശകാരിച്ചു. അങ്ങനെ കടുത്ത കോപത്തിലുമായിരുന്നു അയാൾ. കൊട്ടാരത്തിനുള്ളിൽ വച്ച് സ്ഥലജലഭ്രമം, വെള്ളമുള്ളിടവും ഇല്ലാത്തിടവും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ പിടിപെട്ടതായിരുന്നു ഈർഷ്യയ്ക്കു കാരണം. മയന്റെ അതിവിദഗ്ധമായ കരവേലയുടെ സവിശേഷത മൂലം കൊട്ടാരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ കരയുള്ളിടം ജലമുള്ളിടമാണെന്നും ജലമുള്ളിടം കരയുള്ളിടമാണെന്നും സ്ഥലജലഭ്രമം തോന്നുമാറ് അത്യന്തം കേമമായി അലങ്കരിക്കപ്പെട്ടിരുന്നു. ഈ സൃഷ്ടിചാതുര്യത്തിൽ ദുര്യോധനന് മതിഭ്രമമുണ്ടായി. കരയാണെന്നു കരുതി വെള്ളം കിടക്കുന്നിടത്ത് അയാൾ വീണുപോയി. വിഡ്ഢിത്തം മൂലം ദുര്യോധനനു പറ്റിയ ഈ വീഴ്ച കണ്ട് റാണിമാർക്കു ബഹുരസമായി. അവർ പൊട്ടിച്ചിരിച്ചു. ദുര്യോധനന്റെ വികാരം യുധിഷ്ഠിരനു മനസ്സിലാക്കാൻ കഴിഞ്ഞു. റാണിമാരെ അദ്ദേഹം തടയാൻ ശ്രമിച്ചു. പക്ഷേ ആ സംഭവം റാണിമാർ ആസ്വദിക്കട്ടെന്നും അവരൊക്കെ അവന്റെ വിഡ്ഢിത്തം ആസ്വദിക്കണമെന്നുമായിരുന്നു കൃഷ്ണൻ ആഗ്രഹിച്ചത്. എല്ലാവരും ചിരിച്ചപ്പോൾ താൻ അപമാനിതനായ പോലെ ദുര്യോധനനു തോന്നി. രോഷം കൊണ്ട് അയാളുടെ രോമങ്ങൾ എഴുന്നുനിന്നു. ഇങ്ങനെ അപമാനിതനായ അയാൾ തലകുനിച്ച് ഉടനെ സ്ഥലം വിട്ടു. നിശബ്ദനായിരുന്ന അയാൾ പ്രതിഷേധിച്ചുമില്ല. ദുര്യോധനൻ ഇങ്ങനെ കുപിതനായി സ്ഥലം വിട്ടപ്പോൾ എല്ലാവർക്കും പശ്ചാത്താപമായി. യുധിഷ്ഠിരൻ ഏറെ ദുഃഖിതനായി. എന്നാൽ
ഇത്രയൊക്കെയായിട്ടും കൃഷ്ണൻ ഒന്നും മിണ്ടിയില്ല. സംഭവത്തിന് അനുകൂലമായോ പ്രതികൂലമായോ അദ്ദേഹം ഒന്നും സംസാരിച്ചില്ല. ദുര്യോധനനെ ഈ മതിഭ്രമത്തിൽ ചാടിച്ചത് ഭഗവാൻ കൃഷ്ണന്റെ പരമമായ ഇച്ഛ മൂലമാണെന്നു തോന്നി. കുരുവംശത്തിലെ 2 വിഭാഗങ്ങൾ തമ്മിലുള്ള ശത്രുതയുടെ തുടക്കമായിരുന്നു ഈ സംഭവം. ഭൂഭാരം കുറയ്ക്കാനുള്ള കൃഷ്ണന്റെ ദൗത്യത്തിലെ ഒരു ഭാഗമായിട്ടാണിതു കാണപ്പെട്ടത്. രാജസൂയ യജ്ഞത്തിന്റെ പര്യവസാനത്തിൽ ദുര്യോധനൻ മാത്രം തൃപ്തിപ്പെടാതിരുന്നതെന്തെന്ന് പരീക്ഷിത്ത് മഹാരാജ് ശുകദേവ ഗോസ്വാമിയോട് ചോദിക്കുകയും അതിനുത്തരം ശുകദേവ ഗോസ്വാമി ഇപ്രകാരം വിശദമാക്കുകയും ചെയ്തു. ഇപ്രകാരം കൃഷ്ണൻ എന്ന കഥയിലെ രാജസൂയം കഴിഞ്ഞപ്പോൾ ദുര്യോധനൻ അപമാനിതനായതെങ്ങനെ എന്ന 74-ാം അധ്യായത്തിന്റെ ഭക്തിവേദാന്ത ഭാഷ്യം സമാപ്തം. ഹരേ കൃഷ്ണ.